ഇത് കുറേ കാലത്തിന് മുമ്പ് എൻ്റെ ഒരു പ്രാന്തിന് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് മേടിച്ച ഉടനെ കുറച്ച് കാലമൊക്കെ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ അതേപോലെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഒരു എത്ര കാലം ഉണ്ടാവും? ഒരു 5-6 കൊല്ലം മുമ്പ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിനിക്കെടുക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് നമ്മൾ നോക്കണത്. ആകെ തുരുമ്പട്ടതിന് മുകളിൽ തൊട്ട കഴിഞ്ഞ മുകളിലപ്പടി തുരുമ്പ് വിടും. ഡാനൂസ് സാൻഡ് പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സാറല്ലേ ഓ കയ്യണ്ട ആകെ തുരുമ്പാണ്. അത് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് വരച്ചിട്ട് ഇതിൻ്റെ ഒരുവിധം തുരുമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാം. കുറേശ്ശെ തിളങ്ങി വരുന്നില്ല എടാ. തിളക്കി എടുക്കണം. പുത്തം പോലെ ആയിക്കണ്ട നമുക്ക്. അപ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ ഇട്ട് ഒരിക്കലും പിന്നെ സ്റ്റീൽ വൂളും ഡിഷ് വാഷറും ഇട്ടിട്ട് ഒന്നും കൂടി ഉരച്ച് കഴുകുകയും കൂടി ചെയ്തപ്പോൾ ഇതിന്റെ ഒരുവിധം തുരുമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ കാണാം. എന്താ പിന്നെ മെയിൻ തുരുമ്പ് സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ നമ്മുടെ കഴുകൽ കഴിഞ്ഞ് ചട്ടി നന്നായി തുടച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ ഇടാം. അപ്പോൾ നമ്മുടെ വലങ്കൈയായിട്ട് ഇവിടെ ഡാനൂസ് ഇവിടെ എന്തിനും തയ്യാറായിട്ടുണ്ട്. ആ എന്ത് ഭംഗിയായിട്ട് തുടങ്ങാൻ നോക്കി. സാധാരണ എൻ്റെ വീഡിയോയുടെ ഒരു 99% ക്യാമറ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. ഒന്നുകിൽ ഞാൻ കൈ പിടിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ കുറേ ഡാനൂസിൻ്റെ ഹെൽപ്പ് ഉണ്ട് ക്യാമറ ഹാൻഡ്ലിങ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. കൈമാറ്റൂ പ്ലീസ്. വെള്ളം അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. നമ്മൾ കഷ്ടി ഒരു അടപ്പാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റീൽ വൂൾ ഉപയോഗിച്ച് ഒന്നും കൂടി ഈ വെള്ളം വെച്ച് അടുപ്പത്ത് തന്നെ വെച്ചിട്ടാ തീ ഓൺ ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് കഴുകി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. ഇതിന് ശരിക്കും ഒന്ന് മയക്കിയെടുക്കാം. സീസണിങ്. അപ്പോൾ അതിൻ്റെ സീസണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കുക. നന്നായി ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണ വരട്ടുക. എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സാധാരണ വെജിറ്റബിൾ ഓയിൽ തേച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും എണ്ണ വരട്ടി നല്ല സ്മോക്കിങ് അങ്ങനത്തെ ഒരു പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നന്നായി ചൂടായിട്ട് കേട്ടോ അതിൻ്റെ സെൻറ്റർ ഭാഗം. നമുക്കിനി എല്ലാ ഭാഗവും ഇതുപോലെ ചൂടാക്കി എടുക്കണം. ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ മാറണുണ്ട്. നന്നായി ചൂടാവണം. ഇത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ട്
ടിഷ്യൂ പേപ്പർ വെച്ച് മൊത്തത്തിൽ തുടയ്ക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ, നല്ല പുക വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ടിഷ്യൂ വെച്ച് മൊത്തത്തിൽ തുടച്ചു കൊടുക്കാം. അത് നമ്മൾ ഉള്ളിൽ മാത്രമല്ല പുറത്തും നന്നായി ഈ ഓയിൽ തേച്ച് കൊടുക്കുക. അതിന് മൊത്തത്തിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായി ചൂടാക്കി ഇങ്ങനെ പുക വരണ ഒരു കണ്ടീഷനിലാക്കി എടുക്കണം. പുക വരുന്നുണ്ട് കേട്ടോ. നല്ലോണം പുക വരുന്നുണ്ട്. ഇത് കണ്ട നമ്മൾ എണ്ണ പെട്ട ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ, അതിൻ്റെ കളർ കണ്ട. ഇതൊക്കെ കഴിഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുക്കണം, നല്ല ശരിയുള്ളൂ. നല്ലോണം പുക വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചെയ്യണ ചട്ടി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ എണ്ണ പുരട്ടി എടുത്ത് വയ്ക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കഴുകി എണ്ണ പുരട്ടി എടുത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സാധനം തുരുമ്പൊന്നും പിടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ഒരാവേശത്തിന് ഉണ്ടാക്കിയിട്ട് അട്ടത്ത് കയറ്റി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അടിപൊളിയാവും. ഓക്കെ, തൽക്കാലം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചൂടാറാൻ അവിടെ വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നന്നായി ചൂടാക്കുക, എണ്ണ പുരട്ടുക, അങ്ങനെ സ്മോക്കിംഗ് പരുവത്തിലാക്കുക, വീണ്ടും കഴുകുക. 1-2 ടൈം ചെയ്യുമ്പോഴേക്കും അടിപൊളിയാവും എന്നാണ് പ്രതീക്ഷ. നമ്മൾ 2 പ്രാവശ്യം മയക്ക് ചെയ്ത് എന്നിട്ട് അവസാനം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സബോള വെറുതെ ഒന്ന് വഴറ്റിയെടുക്കാം. കൈ കൊള്ളലേട്ടാ. പുറത്തേക്ക് പോലെ ചുമ്മാ ചൈനക്കാരുടെ സ്റ്റൈൽ കാണിച്ചത്. ഈ ചട്ടിയിൽ ഇങ്ങനെ സവോള കിടക്കുന്ന കാണുമ്പോൾ തന്നെ ചന്ത. നമ്മളതിൻ്റെ വക്കും മൊത്തത്തിൽ ഈ സവോളനൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മയക്കണ പരിപാടി കഴിഞ്ഞു. ഇനി സവോള കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയിടുക. അപ്പോൾ നമ്മുടെ ചട്ടി ഉഷാറായിട്ടു. ചൈനക്കാരെ കാണിക്കണ്ടേ? ചൈനക്കാര് ചെയ്യണ പോലെ ചെയ്യണം. ചൈനക്കാര് കൈ പൊള്ളിക്കില്ലട്ടാ. ഒന്നുകൂടി സ്ലോ മോഷനില്. അങ്ങനെ ഡാനിന്റെ ചൈനീസ് പ്രകടനങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിലധികം സബോള ബാക്കിയില്ല, ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് കഴുകിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അയ്യോ വന്നില്ല. ചൂടാറി കളയാം. നമ്മള് ഇത് നന്നായി കഴുകിയെടുത്തു. കഴുകിയെടുത്തു പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ, സോപ്പ് ഇട്ടിട്ടില്ല. ഇതിന്റെ ആദ്യത്തെ രൂപം ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പൊ വേണ്ട തിളങ്ങുന്നുണ്ട. അപ്പൊ ഇനി ഇതിൽ നമുക്ക് വല്ല ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കിയേ.
തിളങ്ങിയില്ലേ? അപ്പൊ ഇനി എന്താ ഉണ്ടാക്കാനുള്ള ഇതിലുണ്ടാക്കിയോ? മത്തി വെക്കാണ്ട് മത്തി അതിലൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. ഇതിൽ ചൈനീസ് മാത്രമേ പറ്റുള്ളൂ. നൂഡിൽസ് ഉണ്ടാക്കാം. മത്തി വേണമെങ്കിൽ അമ്മി സാധാരണ ചട്ടിയാണ് മേടിച്ചു. എന്തിനിങ്ങനെ മേടിക്കണം? അതിന്റെ ശബ്ദം വേറെയാവുക പൊട്ടിയന്റെ. ഇതിപ്പോ കിണിന്നല്ലേ, പൊട്ടിയനെ പരപരാന്ന കേക്ക്. വക്കിന് പിടിച്ചാൽ സൗണ്ട് വരില്ല. പൊട്ടിയ അടിപൊളി സൗണ്ട് ആണല്ലോ. താഴ്ത്തിട്ടില്ലട്ടാ, പതുക്കെ. ഈ 4 എണ്ണാണ് നമ്മള് മേടിച്ചിട്ടുള്ളത്. 3 ചട്ടി, 1 കുട്ടിക്കലും. ചീഞ്ചട്ടിക്ക് പറ്റൊക്കെ ചെയ്തു പറഞ്ഞിട്ട് കാര്യം. കാതുള്ളത് നല്ല ചന്തണ്ട് കേട്ടോ.